മതി ജലന്ധര, മതി. എനിക്കധികം കേൾക്കാനാവില്ല. തന്റെ മനസ്സും വാക്കും നിയന്ത്രണത്തിലാക്കൂ. തന്റെ ഇച്ഛയ്ക്കും കാമത്തിനും നിയന്ത്രണം വരുത്തൂ ജലന്ധര. പാർവതി നിനക്ക് മാതൃതുല്യാണ്. അവരെ കുറിച്ച് ഇങ്ങനെ വിചാരിക്കുന്നതേ ഘോര പാപമാണ്. അവരെ മതിയാക്കൂ ഗുരു, ധാരാളമായി. ഞാൻ എന്റെ പത്നിയാക്കാൻ ഉദ്ദേശിക്കുന്നവളെ താങ്കൾ പറഞ്ഞ എന്റെ മാതാവാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. മാതാവ് ആരെന്നറിയാമോ? പുത്രന് സ്വന്തം ഗർഭത്തിൽ ജന്മം നൽകുന്നവൾ. വീണ്ടും വീണ്ടും മാതാവ് മാതാവ് എന്ന് പുലമ്പി എന്നെ ഭ്രമത്തിലാഴ്ത്തുന്നതിന് പരിശ്രമിക്കേണ്ട ഗുരു. ഞാനിവിടെ മാതാവും പുത്രനുമാകാനുള്ള മോഹത്തിൽ വന്നവനല്ല. ഞാനിവിടെ പാർവതിയുടെ പതിയാകാനുള്ള ഇച്ഛയുമായി വന്നവനാണ്. എന്റെ ആ ലക്ഷ്യപ്രാപ്തിക്കുള്ള പ്രവർത്തനത്തിൽ താങ്കൾക്ക് എന്നെ സഹായിക്കേണ്ടി വരും ഗുരു. ഒരിക്കലുമില്ല. ഈ പാപകർമ്മത്തിൽ നാം ഒരിക്കലും നിന്റെ സഹായിയാകയില്ല. അപ്പോൾ താങ്കൾ സ്വന്തം ശിഷ്യന് സഹായിക്കയില്ല. ഇത്തരം പാപകർമ്മത്തിന് ഗുരു ശിഷ്യന് സഹായസ്തം നീട്ടിയാൽ ജന്മന അപരാധികൾ കൂടി ലജ്ജിതരായി പോകും. ഗുരുവിന്റെ കർത്തവ്യമാകുന്നു ശിഷ്യന് വിജയമാർഗത്തിൽ നയിക്കുക, ദുർമാർഗത്തിൽ നിന്ന് അകറ്റുക. പക്ഷേ നീ നമ്മെ കൂടെ പാപകൃത്യത്തിൽ വീഴ്ത്തുവാൻ ആഗ്രഹിക്കുന്നു. അതൊരിക്കലും സാധ്യമല്ല. അതൊരിക്കലും സാധ്യമല്ലെങ്കിൽ മറ്റൊന്ന് തീർച്ചയായും സാധ്യമാകും. എന്താണത്? ഞാൻ താങ്കളെ ദൈത്യഗുരുവെന്ന പദവിയിൽ നിന്ന് എന്നേക്കുമായി നിഷ്കാസനം ചെയ്യും. ജഗത്തിലെ സമസ്ത അസുരന്മാരെയും വിളിച്ച് ഞാൻ അവരോട് പറയും, ദൈത്യഗുരു ശുക്രാചാര്യൻ ദൈത്യ ശത്രുവായി തീർന്നെന്ന്. അതിനാൽ അയാളുടെ ആജ്ഞ മാനിക്കാതെ അയാളെ ബഹിഷ്കരിക്കുക. അയാൾ ദേവന്മാരുടെ പക്ഷത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനാൽ അയാളുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയെന്ന് ഞാൻ അത് തന്നെ ചെയ്യും. നീ നിന്റെ ഗുരുവിനോട് ഇത്ര കഠിനമായി പ്രവർത്തിക്കുമോ? നിന്റെ ഈ ഗുരുവിനോട്? നീ നിന്റെ വളർത്തുപിതാവായി കരുതിയ ആളോട്? ഈ ഗുരുവായിരുന്നല്ലേ നിന്നെ അസ്ത്രശസ്ത്ര വിദ്യകളിൽ പാരംഗതനാക്കിയത്? നാം ഒന്നും ചെയ്യുകയില്ല ഗുരു. നടക്കുന്നതെല്ലാം തന്നെ താങ്കളുടെ ഇച്ഛയനുസരിച്ചാകും. താങ്കളുടെ ഇച്ഛ എന്റെ സഹായിയാകരുതെന്നാണ്. അതിനാൽ എന്റെ ഇച്ഛ താങ്കളെ നമ്മുടെ ഗുരുവായി കാണരുതെന്നാകും. ജലന്ധര, നീ ഗുരുവിനോടുള്ള പ്രതികാരം വീട്ടാനായി മുഴുവൻ അസുരജാതിയെയും ഗുരുഹീനരാക്കുമെന്നോ? ഗുരുഹീനരായി അസുരവർഗം നശിച്ചു പോകും. നശിച്ചു പോകട്ടെ, നശിച്ചു പോകട്ടെ സമസ്ത അസുരജാതിയും. പക്ഷേ മഹാരാജൻ ജലന്ധരൻ തന്റെ ഇച്ഛ നശിക്കാൻ അനുവദിക്കില്ല. നമുക്ക് അസുരജാതിയെ രക്ഷിക്കേണ്ടതുണ്ട്. എങ്കിൽ പിന്നെ നമ്മെ സഹായിക്കേണ്ടി വരും. മറ്റൊരു ഉപായവുമില്ല ജലന്ധര. ശിഷ്യന്റെ സമക്ഷം ഗുരുവിത സത്യം അംഗീകരിച്ചു കഴിഞ്ഞു. ഇത് ജഗത്തിലെ ഒരു അത്ഭുത വസ്തുതയായി മാറി ഗുരു. നാം ഇതാ പോവുകയായി ലക്ഷ്യത്തിലേക്ക്. അവിടുന്ന് എന്നെ എന്തൊരു ധർമ്മസങ്കടത്തിലാണ് തള്ളിയത് ശിവശങ്കര. അവിടുത്തെ ഈ പുഞ്ചിരിയുടെ കാരണം എന്താണ് ദേവി? ഇന്ന് അങ്ങയുടെ ശ്രദ്ധ സമാധിയിലല്ല. അതിനാൽ ഞാൻ പ്രസന്നയാകുന്നത് സ്വാഭാവികമാണ് സ്വാമിൻ. നമ്മുടെ ധ്യാനത്തിനും അവിടുത്തെ പ്രസന്നതയ്ക്കും തമ്മിൽ എന്താണ് ബന്ധം? സ്വാമിൻ, ഇന്ന് അവിടുന്ന് ധ്യാനസ്ഥനല്ലാത്തതു കാരണം അങ്ങയ്ക്ക് സാവകാശമുണ്ട്, സമയവുമുണ്ട്. അതിനാൽ എനിക്ക് അങ്ങയോട് എൻ്റെ മനസ്സിലെ വിചാരങ്ങൾ പറയാമല്ലോ. പറയൂ, എന്താണ് ദേവി? അവിടുന്ന് പറഞ്ഞാലും പ്രഭോ. ലക്ഷ്മി ദേവിയും ശ്രീഹരി വിഷ്ണുവും ജലന്ധരന്റെ അതിഥികളായതിനു ശേഷവും ദേവന്മാരുടെ ശുഭകാംക്ഷികളായി തുടരുമോ അതോ ഇല്ലയോ? ഇല്ല. ശിവ, ജലന്ധരനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണോ? എന്നാൽ ഇത് കേൾക്കുക. കൈലാസവാസിനി പാർവതി, നിനക്കിനി ജലന്ധരന്റെ മാളികയിൽ മഹാറാണിയായി വരേണ്ടി വരും. ഞാനിപ്പോൾ ഇവിടെ ഈ സന്ദേശവും കൊണ്ട് വന്നിരിക്കുകയാണ്. ഹേ ദുഷ്ട രാഹു, ശ്രീ ഹരിവിഷ്ണുവിന്റെ സുദർശനത്താൽ ഛേദിക്കപ്പെട്ടിട്ടും നീ പാപാചാരവും അത്യാചാരവും ത്യജിച്ചില്ല അല്ലേ രാഹു? നീ എന്താ നമ്മുടെ ക്രോധത്താൽ ഭസ്മമാകാൻ വന്നതാണോ? ആദ്യം ഞാനും ഇതോർത്ത് അല്പം ഭയഗ്രസ്തനായിരുന്നു. പക്ഷെ പിന്നീട് ഓർമ്മ വന്നു,
ഞാൻ അമൃതം ഭുജിച്ച് അമരനായിരിക്കുന്നു. എത്ര ശ്രമിച്ചാലും താങ്കൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നോട് കോപിക്കുന്നത് വ്യർത്ഥമാകും പരമേശ്വര. ഞാൻ കേവലം മഹാരാജൻ ജലന്ധരന്റെ സന്ദേശവും കൊണ്ട് ഇവിടെ വന്നവനാണ്. സുന്ദരി പാർവതി, നീയും കേട്ടോ, ഈ ഹിമശീതള കൈലാസത്തെക്കാൾ എത്രയോ സുഖപ്രദമായിരിക്കും ദൈത്യരാജൻ ജലന്ധരന്റെ രാജകൊട്ടാരം. അവിടെ നീ ദൈത്യന്മാരുടെ മഹാറാണിയായി വിളങ്ങും. ജലന്ധരന്റെ ഈ നിന്ദ്യ പ്രസ്താവന നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് നീ നമ്മുടെ ക്രോധത്തെ ഉണർത്തിക്കഴിഞ്ഞു രാഹു. ഉടനെ പോയി ദുഷ്ടൻ ജലന്ധരനോട് പറയുക, അവന്റെ വിചാരം ത്യജിച്ചുകൊള്ളുവാൻ. അന്യഥാ അവൻ നമ്മുടെ ക്രോധത്തിന് പാത്രമായി തീരും. അതിന്റെ പരിണാമം അതിഭയങ്കരമായിരിക്കും. അതായിരിക്കും കേവലം ജലന്ധരന്റെ അന്ത്യം. അത് സമയം പറയട്ടെ മഹാദേവ, ആരുടെ അന്ത്യമാണ് ഉണ്ടാവുക എന്ന്. നാരായണ നാരായണ. അസുരരാജൻ ജലന്ധരൻ, അസുര സമ്രാട്ട് ജലന്ധരൻ, മഹാരാജൻ ജലന്ധരൻ, അസുരരാജൻ ജലന്ധരൻ, അസുരരാജൻ ജലന്ധരൻ. മഹാരാജൻ, എന്നെ രക്ഷിക്കണേ മഹാരാജൻ, എന്നെ രക്ഷിക്കണേ മഹാരാജൻ, എന്നെ ശിവന്റെ ക്രോധത്തിൽ നിന്ന് രക്ഷിക്കണേ മഹാരാജൻ, എന്നെ രക്ഷിക്കണേ മഹാരാജൻ. രാഹു, നീ അമൃതിനെ പോലും വിഷമയമാക്കി. അമൃതപാനം ചെയ്തിട്ടുകൂടി മൃത്യുവിനെ ഭയന്ന് ഭീരുക്കളെപ്പോലെ നീ വിലപിക്കുന്നുവോ? ഈ ജലന്ധരന്റെ സമീപം വരുമ്പോൾ ഭയത്തിനു പോലും ഭയം തോന്നും. നമ്മുടെ സമീപം വന്ന് നീ ഭയത്തിന് ഭയപ്പെടുന്നത് എന്തിന്? പക്ഷേ മഹാരാജൻ, രാഹു, നമ്മുടെ മുന്നിൽ നീ വരുന്നതിന് മുൻപായി ഈ പക്ഷിയും എങ്കിലും സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞേ മതിയാകൂ. നമ്മുടെ രാജ്യത്ത് ശിവന്റെ ക്രോധത്തിന് യാതൊന്നും ചെയ്യാനാകില്ല. നീ പറയ, എന്ത് വാർത്തയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? മഹാരാജൻ, ഞാൻ അങ്ങയുടെ സന്ദേശം അവിടെ അറിയിച്ചപ്പോൾ ശിവനും പാർവതിയും രണ്ടുപേരും കോപിച്ച് രൗദ്രരൂപം പ്രകടിപ്പിച്ചു. അങ്ങയുടെ സന്ദേശത്തെ നിരാകരിച്ച് ക്രോധാഗ്നിയെ എന്റെ നേർക്ക് പ്രയോഗിച്ചു. എന്റെ അഭിപ്രായത്തിൽ അങ്ങ് പാർവതിയെ കൈവശപ്പെടുത്താമെന്നുള്ള വിചാരം വെടിയണമെന്നാണ്. നാം ഒരു ബുദ്ധിശൂന്യനായ ഭീരുവിന്റെ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കണമെന്നോ? ദുർബുദ്ധി. ബലവാന്മാരുടെ അഭിപ്രായം മാനിക്കപ്പെടുന്നു, ഭീരുക്കളുടെ അല്ല. നമുക്ക് ഉപദേശം നൽകുകയെന്ന വിഡ്ഢിത്തം ഗുരു ശുക്രാചാര്യൻ പോലും ചെയ്യുകയില്ല. പിന്നെ നിനക്കെങ്ങനെ അതിന് ധൈര്യമുണ്ടായി രാഹു നമ്മോട് നിന്റെ അഭിപ്രായത്തെക്കുറിച്ച് ആലോചിക്കാൻ പറയാനായി? മഹാരാജൻ, ആലോചിക്കാത്ത വ്യക്തികൾ അവർ അനാചാരം, പാപാചാരം, പിന്നെ അത്യാചാരവും ചെയ്തു തുടങ്ങുന്നു. രാഹു, നിന്റെ വാക്കുകൾക്ക് നീ തന്നെ വിരാമമിടുക, അല്ലെങ്കിൽ പറയും, തീർച്ചയായും പറയും. ആലോചന നഷ്ടമാകുന്നതോടെ ബുദ്ധി ഭ്രഷ്ടമാകുന്നു, ബുദ്ധി ഭ്രഷ്ടമാകുന്നതോടെ ജീവനും നഷ്ടമായി തീരുന്നു. എനിക്ക് സംഭവിച്ചതുപോലെ അങ്ങയുടെ ഗതിയും അതുതന്നെയാകും. അധിക സമയം അങ്ങയോട് കൂട്ടുകൂടി എനിക്ക് സ്വയം വിഷമത്തിലാകാൻ ഇഷ്ടമില്ല.